അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധമായ റമദാൻ കാത്തിരിപ്പിനൊടുവിൽ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. ധാരാളം പ്രതീക്ഷകളുമായിട്ട് നമ്മിലേക്ക് കടന്നു വന്ന ഒരു അതിഥിയാണ് നിലവിൽ നമ്മുടെ മുമ്പിലേക്ക് ആഗതമായിരിക്കുന്ന വിശുദ്ധമായ റമദാൻ. ആ അതിഥി പ്രതീക്ഷിക്കുന്ന പലതുമുണ്ട്, നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പല പെരുമാറ്റങ്ങളുമുണ്ട്. ആ പെരുമാറ്റങ്ങളൊക്കെ അതിൻ്റേതായ രൂപത്തിൽ അതിഥിക്ക് കിട്ടുന്നുണ്ടോ എന്ന് അതിഥി വല്ലാണ്ട് കൊതിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആതിഥേയരെന്ന നിലയ്ക്ക് നമ്മൾ ഓരോ വിശ്വാസികളും വിശുദ്ധമായ റമദാനിനെ പരിഗണിക്കേണ്ട രീതിയിൽ തന്നെ പരിഗണിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ 30 ജുസുകൾ ഉണ്ട്. ഖുർആനൊക്കെ ഇങ്ങനെ പാരായണം ചെയ്യുന്നതിനിടയിൽ വിശുദ്ധമായിട്ടുള്ള ഖുർആനിൻ്റെ ഓരോ ആശയങ്ങളും നമ്മൾ ഉൾക്കൊള്ളണം. അതിൽ ഒന്നാമത്തെ ജുസിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാവുന്ന, ജീവിതത്തിൽ പകർത്താവുന്ന വലിയ സന്ദേശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് വിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസിനെ സംബന്ധിച്ച് പറയുന്നത്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഭക്തി എന്നർത്ഥം. ഭക്തി നിർഭരമായിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങണമെന്നാണ് വിശുദ്ധമായ ഖുർആനിലടക്കം നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നമ്മുടെ ആരാധനയും സഹായം ചോദിക്കലുമെല്ലാം അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ബഹുദൈവ വിശ്വാസികൾ ചെയ്യുന്നത് പോലെ ആകരുത്. നമ്മുടെ ആരാധനയും നമ്മുടെ സഹായ ചോദിക്കലും അർപ്പണബോധവുമെല്ലാം അള്ളാഹുവിനോടായിരിക്കണം. ഇത് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. അത് വിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഇഖ്ലാസ് കൃത്യമായിട്ട് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയിൽ നമുക്ക് കാണാം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നേരായ മാർഗം അത് എന്താണെന്ന് വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നാണ്. നീ അനുഗ്രഹിച്ചവരായ സച്ചിതരായ ആളുകളുടെ മാർഗമാണ്. ആ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ എന്ന് നമ്മൾ 5 വക്തിലും നമ്മൾ പ്രാർത്ഥിക്കാറുള്ള ഫാത്തിഹയിലെ ആയത്താണ്. നേരായ മാർഗമെന്ന് വെച്ചാൽ നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. അത് പ്രവാചകന്മാരാണ്, ഔലിയാക്കളാണ്, അമ്പിയാക്കളാണ്, എല്ലാവരും അതിൽ പെടുന്നുണ്ട്. അവരുടെ മാർഗത്തിലേക്ക് നീ ചേർക്കണേ എന്ന് പറഞ്ഞിട്ട് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, വഴിപിഴച്ചവരും കോപത്തിന് അർഹതപ്പെട്ട ആളുകളുമുണ്ട്. ക്രിസ്ത്യാനികളും ജൂതന്മാരും അടങ്ങുന്ന ബഹുദൈവ വിശ്വാസികളുണ്ട്. അവരുടെ മാർഗത്തിലേക്ക് വിശുദ്ധരായ ഇസ്ലാമിനെ പുലുകിയ ആളുകൾ സഞ്ചരിക്കാൻ പാടില്ല. ഓരോ ദിവസവും ഈ ശരിയായ മാർഗത്തിൽ നിലനിർത്താനും നിലനിൽക്കാനുള്ള തൗഫീക്കിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പിന്നെയുള്ള സൂറത്താണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിൽ ധാരാളം സന്ദേശങ്ങളുണ്ട്. അതിൽ പറയുന്നതാണ്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ഗൈബായ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കണമെന്നാണ്. മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസം. അള്ളാഹു, മലക്കുകൾ, ഇതൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ മറഞ്ഞു കിടക്കുന്നതാണ്. മരണമടക്കം നമ്മുടെ ജീവിതത്തിൽ അധികമായ കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തതാണ്. കണ്ണുകൊണ്ട് കാണാത്തതിനെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കി അതിനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അതാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം മുത്തഖീങ്ങളായ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് സന്മാർഗമാണ്. അവരെ നന്നാക്കിയെടുക്കും വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് ആ മുത്തഖീങ്ങളായ ആളുകൾ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവിടെ ഗൈബിനെ കൊണ്ട് വിശ്വസിക്കണം. ഗൈബായ കാര്യങ്ങളെ വിശ്വസിക്കുകയും വിശുദ്ധമാക്കപ്പെട്ട നമസ്കാരങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നവരാണ്. ആ നമസ്കാരങ്ങൾ നിലനിർത്തണം, ഖളാ ആക്കാതെ ഇടയ്ക്കിടയ്ക്ക് നമസ്കരിക്കുക. അത്തരത്തിലുള്ളത് പ്രകൃതം മുത്തഖീങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകൂല. നിസ്കാരത്തെ നിലനിർത്തണം. അത് സുന്നത്ത് നിസ്കാരമാണെങ്കിൽ പോലും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അധുവമായ നിസ്കാരം എന്നാണ്. അധുവം എന്ന് പറഞ്ഞാൽ ചെറുതാണെങ്കിൽ പോലും നിലനിർത്തുന്ന നിസ്കാരങ്ങൾ, നിലനിർത്തുന്ന അമാലുകൾ വെച്ചിട്ട് അള്ളാഹ്ക്ക് അതാണ് ഇഷ്ടം. നിസ്കാരങ്ങൾ വെച്ചിട്ട് അള്ളാഹ്ക്ക് അതാണ് ഇഷ്ടം. മാത്രമല്ല വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. സമ്പത്ത് ഉണ്ടാകുമ്പോൾ
ആ സമ്പത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ നൽകിയത്. അതാണ് അള്ളാഹ് പറഞ്ഞു അവർക്ക് നാം നൽകിയ നാം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയാണ്, നാം അവർക്ക് വരദാനമായിട്ട് പരീക്ഷണാർത്ഥം നൽകിയ സമ്പത്തിൽ നിന്നും യുംഫിഖൂൻ അവർ ചിലവഴിക്കും. അപ്പോൾ അള്ളാഹ് പറയുന്നത് അള്ളാഹുവിൻ്റെ സമ്പത്തിൽ നിന്നും അള്ളാഹ് നൽകിയ സമ്പത്തിൽ നിന്നും ചിലവഴിക്കുന്നവരാണ് മുത്തഖീങ്ങളെന്നാണ്. ആ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അതായത് അള്ളാഹ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് മുത്തഖീങ്ങൾ എന്നർത്ഥം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കലാണ് നമ്മുടെ ജീവിതം. ആ ലക്ഷ്യബോധം നമ്മുടെ മനസ്സിൽ നിന്ന് എപ്പോഴാണോ നഷ്ടപ്പെടുന്നത്, അപ്പോൾ നാം പരാജിതരായ അടിയാറുകളായി മാറും. അല്ലാഹു തആല പറയുന്നത്, യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണേ. വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ മുൻഗാമികളായ നിങ്ങളുടെ മുന്നേ മരണപ്പെട്ടു പോയ ജീവിച്ചു പോയ ആളുകളെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. മുൻഗാമികളായ ആളുകളെ അടക്കം സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുവീൻ. ലഅല്ലക്കും തത്തഖൂൻ, അത് തഖ്വ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞ തഖ്വയുള്ളവരുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി അള്ളാഹ് നിർദ്ദേശിച്ചല്ലോ. ആ തഖ്വ കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നമ്മുടെ ഇബാദത്തിനെ മടക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കലാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്, അള്ളാഹുവിനേക്ക് മടങ്ങലാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്ന, സൂറത്തുൽ ബഖറയിലൂടെ പറയുന്ന മറ്റൊരായത്താണ്, പ്രയാസങ്ങളിലും ക്ഷമയും നമസ്കാരം ആശ്രയിക്കണം. പ്രയാസം വരുന്ന സമയത്ത് ക്ഷമ, അതുപോലെ തന്നെ വിശുദ്ധമായിട്ടുള്ള നിസ്കാരം, ഇതൊക്കെ തുടർത്തണം. ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, ക്ഷമ കൊണ്ട് ഒരു പ്രയാസത്തെ നേരിടണം. വസ്സലാ, നിസ്കാരം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഖാശിഈങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ ഗൗരവം മനസ്സിലാവൂ. സൂക്ഷ്മത കാണിക്കുന്നവർക്ക് മാത്രമേ ക്ഷമയുടെ ഗൗരവവും നിസ്കാരത്തിൻ്റെ ഗൗരവവും മനസ്സിലാവൂ. അതുകൊണ്ട് തന്നെ ക്ഷമ കൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. ക്ഷമ എന്ന് പറഞ്ഞാൽ മുൻകാല ജീവിതങ്ങളൊക്കെ നയിച്ച മുൻകാല പണ്ഡിതന്മാർ, മുൻകാല അമ്പിയാക്കൾ എല്ലാവരെയും പരീക്ഷണം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു അവരെ പ്രത്യേകം പരീക്ഷിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൽ, ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ പരീക്ഷണം എന്നുള്ളത് വളരെ നിത്യമായിട്ട് അള്ളാഹ് കൊടുക്കുന്നതാണ്. ആ പരീക്ഷണത്തിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. നിസ്കാരം നിലനിർത്തുന്ന വിഷയത്തിനും അത് പ്രയാസമാണ്. കാരണം ശൈത്താൻ ഏറ്റവും കൂടുതൽ ഇടപെടൽ നിസ്കാരം ഒഴിവാക്കുന്ന വിഷയത്തിലാണ്. ആ വിഷയത്തിനും നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് സഹായം ചോദിച്ചിട്ട് ഈ പരീക്ഷണങ്ങൾ, നിസ്കാരം, അതുപോലെ തന്നെ ക്ഷമ, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ട് ഇതിനെ കൊണ്ടൊക്കെ നമ്മൾ പരീക്ഷണങ്ങളിൽ മുന്നേറണം. അതുപോലെ തന്നെ തൗബയുടെ കവാടം നമുക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹ് പറയുന്നുണ്ട്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കിനോട് എതിര് കാണിച്ചപ്പോൾ അള്ളാഹുവിനോട് തൗബ ചെയ്തു. അള്ളാഹു അത് സ്വീകരിച്ചു. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്ത് ഫതാബ അലൈഹി ഇന്നഹു വത്തവ്വാബുർ റഹീം. അതായത് പാപം ചെയ്താൽ അത് ആരാണെങ്കിലും അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലാം. അള്ളാഹു വളരെയധികം ക്ഷമിക്കുന്നവനാണ്, തൗബയെ സ്വീകരിക്കുന്നവനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അള്ളാഹു തൗബ കൊടുത്തുകൊണ്ട്, തവ്വാബായ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിച്ചുകൊണ്ട് ആദം നബിയെ വിശിഷ്ടനായിട്ടുള്ള വലിയ ഒരു മനുഷ്യനായിട്ട്, സ്വാലിഹായ മനുഷ്യനാക്കിയിട്ട് അള്ളാഹ് മാറ്റി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു പറഞ്ഞ വാക്കിനോട് എതിര് ചെയ്യേണ്ടി വന്നു. പഴം കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ശൈത്താനിൻ്റെ വലയിൽ വീണുകൊണ്ട് പഴം കഴിച്ചു. എന്നിട്ട് അള്ളാഹുവിൽ നിന്നുള്ള വാക്കിനെ സ്വീകരിച്ചുകൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തു. അള്ളാഹു അത് സ്വീകരിച്ചു എന്നാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്താൽ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു ബോധം നമ്മളിലേക്ക് വേണം. അതുപോലെ തന്നെ ഈ വിശിഷ്ടമായിട്ടുള്ള ഈ നോമ്പിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വരവേൽക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 183 ആയത്തിൽ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് മേലിൽ സിയാമിനെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, മുൻഗാമികളായ നിങ്ങളുടെ മുൻപേ കഴിഞ്ഞു പോയ ആളുകൾക്കും ഇത് നിർബന്ധമാക്കപ്പെട്ടതുപോലെയാണ്.
നിങ്ങൾ സൂക്ഷ്മത കാണിക്കുന്ന തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. മുൻഗാമികളായ ആളുകൾക്കും നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിരുന്നു. നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ മുൻഗാമികൾക്കുള്ള ഒരു മില്ലത്ത് തന്നെയാണ് നമുക്കും കിട്ടിയിട്ടുള്ളത് നോമ്പിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ട് നോമ്പ് എന്ന് പറഞ്ഞാൽ, സൗമി എന്ന് പറഞ്ഞാൽ മൗനവ്രതം പാലിക്കുന്നതിനാണ് ഭാഷാർത്ഥത്തിൽ സൗമി എന്ന് പറയുക. സിയാമ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം പോലത്തെ സകലമായ കാര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാവിധ വൈകാരികമായിട്ടുള്ള മോഹങ്ങളെയും അടക്കി നിർത്തിക്കൊണ്ട് സർവശക്തനായ അള്ളാഹുവിലേക്ക് മടങ്ങലാണ്. ശറഇൽ നോമ്പെന്ന് പറഞ്ഞാൽ ഭക്ഷണം പോലത്തവൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ മടങ്ങിച്ചെല്ലുന്നതിനെയാണ് നോമ്പെന്ന് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഈ നോമ്പ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് ആത്മീയ സംശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് കൊണ്ട് അന്നപാനീയങ്ങൾ ഒഴിവാക്കുക എന്നതിലുപരി അത് സ്വാഭാവികമായിട്ട് നടക്കലാണ്. അതുകൊണ്ട് ശരീരമൊക്കെ ക്ഷീണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തെറ്റുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഒഴിവായി കിട്ടും. അങ്ങനെ അല്ലാഹുവിലേക്ക് കൃത്യമായിട്ട് മടങ്ങുമ്പോൾ നമ്മുടെ മനസ്സും നന്നാവണം, ശരീരവും നന്നാകണം, ചിന്തയും നന്നാകണം. അങ്ങനെ തഖ്വ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നോമ്പിന് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നമ്മൾ ബോധ്യപ്പെടണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് അടുത്തിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിയാറുകളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇദാ സഅലക ഇബാദി അന്നി, എന്നോട് എൻ്റെ അടിമകൾ ചോദിച്ചാൽ ഫഇന്നി ഖരീബുൻ, ഞാൻ അവനിലേക്ക് വളരെയധികം അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് എൻ്റെ ഒരു അടിമ ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്ന് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ആവശ്യങ്ങളെ ചോദിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവർക്കൊപ്പമാണ് എന്ന് അള്ളാഹു ഇതിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ അടിയുറപ്പിക്കണം. എല്ലാ പ്രവാചകന്മാരിലും നമ്മുടെ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കണം. എല്ലാ പ്രവാചകന്മാരിലും ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ, ഒരു പ്രവാചകന്മാർക്കിടയിലും വേർതിരിവ് കാണിക്കാത്ത രൂപത്തിൽ എല്ലാ പ്രവാചകന്മാരെയും മനസ്സിലാക്കുക, പഠിക്കുക. അവരുടെ ജീവിതത്തിൽ ധാരാളം സതുപദേശങ്ങൾ, ധാരാളം മാർഗദർശനങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പ്രവാചകന്മാരെയും ഒരേപോലെ കണ്ടുകൊണ്ട് ആർക്കിടയിലും വേർതിരിവ് കാണിക്കാതെ നമ്മുടെ ജീവിതം ധന്യമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ അനുകൂലമായ രൂപത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യാനും ആ റമദാനിൻ്റെ അനുകൂലമായിട്ടുള്ള സാക്ഷിത്വം ലഭിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ റമദാനിൽ ഒരിക്കലും നമ്മുടെ നന്മകളെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. വിശുദ്ധമായ റമദാനിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ നന്മകളൊക്കെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ റമദാനിനെ നമ്മൾ ആദ്യത്തെ ദിവസത്തിൽ തന്നെ അവഹേളിക്കുന്ന രൂപത്തിലായിരിക്കും. ഈ ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ റമദാനെ അവഹേളിക്കുകയിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിറകിൽ നടക്കും. അതുകൊണ്ട് നമ്മൾ വിശുദ്ധമായ റമദാൻ എന്ന് പറയുന്ന അതിഥിയെ നമ്മുടെ ആതിഥേയത്വം കൊണ്ട് വളരെ ധന്യമാക്കി സന്തോഷത്തോടുകൂടി മടക്കാൻ ശ്രമിക്കണം. റമദാൻ എന്നാലേ അനുകൂലമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇരു ലോകത്തും സാക്ഷി പറയുകയുള്ളൂ. അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹറ ശരീഫൽ അലീം ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലീന. ഈ റമദാനെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലാഹുവേ ഞങ്ങളെ ആക്കിത്തരണേ അല്ലേ. വലാ ഷാഹിദൻ അലീന, ഞങ്ങൾക്കെതിരെ സാക്ഷിയിരിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ. വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലീന, ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ റമദാനെ സാക്ഷി നിർത്തണേ എന്ന് നമ്മൾ പറയുന്നുണ്ട്. പ്രതികൂലമായിട്ട് നമുക്കെതിരെ സാക്ഷി നിർത്തുന്നൊരവസ്ഥ വരുത്തല്ലേ. ഇത് നമ്മളായിട്ട് വരുത്തുന്നതാണ്. റമദാനെ വിളിച്ചു വരുത്തി വിശുദ്ധ ഖുർആൻ തന്നെ തൊടുന്നില്ല. മുഴുവൻ സമയം നമ്മുടെ മറ്റുള്ള ഭൗതിക കാര്യങ്ങളിൽ മാത്രമാകുമ്പോൾ റമദാനിന് വേണ്ടിയിട്ടുള്ള പരിഗണന കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ റമദാനിനെ അവഹേളിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ട് വിശുദ്ധമായ റമദാനിൻ്റെ വിശുദ്ധി അത് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ പതിക്കുകയും ആ പതിച്ച ഹൃദയം കൊണ്ട് ആ തഖ്വ കൊണ്ട് നമ്മളെ മുത്തഖീങ്ങളിൽ പെടാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം. ധർമ്മം ചെയ്യുക, അള്ളാഹ് തന്നിട്ടുള്ള സമ്പത്താണ്, അതിൽ നിന്ന് ധർമ്മം ചെയ്യുക.
നല്ലതിനെ മനസ്സിലാക്കുക, നല്ലതിനെ കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.